നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇനി ഇന്ത്യയെ തൊടാൻ കൈവിറയ്ക്കും. അജിത് ഡോവൽ പണി തുടങ്ങി. പുലിയെ പുലിമടയിൽ പോയി കൊല്ലുക എന്നത് ഒരു പഴഞ്ചൊല്ലാണ്. ആ പഴമൊഴി ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നീണ്ട 11 വർഷത്തിന്റെ പ്രതികാരത്തിനാണ് ഇവിടെ പരിസമാപ്തി കൈവന്നിരിക്കുന്നത്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ കരുക്കൾ നീക്കി അജിത് ഡോവൽ പിന്നണിയിൽ നിന്ന് കളിച്ചപ്പോൾ അവിടെ ഒരു ദശകത്തിന് മുമ്പ് ആളിക്കത്തിയ പ്രതികാരാഗ്നിയാണ് അണഞ്ഞത്. ഇനി അങ്ങോട്ട് നമ്മുടെ ഇന്ത്യ ആരായാലും ഒന്ന് പേടിക്കും. ഇത് കളി വേറെ ലെവലാണ്. ഇനി ആ പ്രതികാരാഗ്നിയുടെ കഥയൊന്ന് പറയാം. പാകിസ്ഥാനിലെ ജയിലിൽ 2013 അതിക്രൂരമായി കൊല്ലപ്പെട്ട ഇന്ത്യൻ പൗരൻ സർബ്ജിത് സിംഗിന്റെ ഘാതകരിൽ ഒരാളായ അമീർ സർഫറാസ് ലാഹോറിൽ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. ആരാണ് ആ അജ്ഞാതൻ? കൂടുതൽ വേറെ എന്താലോചിക്കാനാണല്ലേ? നമ്മുടെ ഇന്ത്യൻ ബുദ്ധി റോ ഏജൻസി തന്നെ. ഡോവലിന്റെ ബുദ്ധിയുടെ മുന്നിൽ അമീർ സർഫറാസ് ഒരു പുലി ഒന്നുമല്ലെങ്കിലും ഇത്തവണയും ആ ശീലത്തിന് മാറ്റമൊന്നും വരുത്തിയില്ല. പതിവ് പോലെ അധോലോക കുറ്റവാളി സർഫറാസിനെ 2 പേർ ചേർന്ന് ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തി എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിനോടൊപ്പം തന്നെ ഡോവലിന്റെ പേരും അവിടെ എഴുതി ചേർക്കപ്പെട്ടു. 2013 സർബ്ജിത്ത് ലാഹോറിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. അധോലോക കുറ്റവാളിയായിരുന്ന സർഫറാസും തടവുകാരനും ചേർന്ന് അദ്ദേഹത്തെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ചുടുകട്ടയും മൂർച്ചയേറിയ ആയുധങ്ങളും കൊണ്ട് മർദ്ദിച്ച് അവശനാക്കിയ ശേഷമായിരുന്നു സർബ്ജിത്തിനെ അവർ കൊലപ്പെടുത്തിയത്. ഗുരുതരമായി തലയ്ക്ക് ആക്രമണത്തിൽ പരിക്കേറ്റ സർബ്ജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും ഉടൻ തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. 2013 മെയ് മാസത്തിൽ ലാഹോറിലെ ജിന്ന ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലെ ചികിത്സയ്ക്കിടെയാണ് സർബ്ജിത് സിംഗിന് മരണം സംഭവിച്ചത്. 5 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ഹൃദയാഘാതത്തെ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. പഞ്ചാബ് സ്വദേശിയായ സർബ്ജിത്തിനെ 1990 ചാരവൃത്തിയും ബോംബ് സ്ഫോടനത്തിലെ പങ്കും ആരോപിച്ച് പാക് അധികൃതർ അറസ്റ്റ് ചെയ്തത്. പാകിസ്ഥാന്റെ ഈ ആരോപണം ഇന്ത്യയും സർബ്ജിത്തിന്റെ ബന്ധുക്കളും നിഷേധിച്ചിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ദീർഘകാലം പാക് ജയിലിൽ കഴിഞ്ഞു വരികയായിരുന്ന അദ്ദേഹം 2013 കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇന്ത്യയിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ദയാഹർജികൾ പലതവണ സമർപ്പിച്ചിട്ടും പാകിസ്ഥാൻ അതൊക്കെ നിഷേധിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ആക്രമിച്ച സർഫറാസിനെ 2013 ലാഹോറിലെ കോടതി മോചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതിന് പിന്നാലെ ഇന്ത്യൻ ബുദ്ധി തന്ത്രങ്ങൾ ഓരോന്നായി മെനയാൻ തുടങ്ങി. ഇന്ത്യൻ ചോരയെ നോവിച്ച ഈ ഭീകരവാദിയെ ഇല്ലാതാക്കാൻ ഇന്ത്യ തീരുമാനമെടുത്തു. അങ്ങനെ 11 കൊല്ലത്തെ പ്രതികാരം സർഫറാസിനെ കൊല ചെയ്തതിലൂടെ ഇന്ത്യ വീട്ടി. ഇന്ത്യൻ ചോരയെ തൊട്ടിട്ടുള്ള ആരെയും ഇന്ത്യ വിട്ടിട്ടില്ല. ആ കണക്കിലുള്ളവരാണ് ഷെയ്ഖ് ജമൂലുദ്ദീൻ റഹ്മാനും അക്രം ഖാനും ഷാഹിദ് ലത്തീഫും ഒക്കെ. കഴിഞ്ഞ 10 വർഷമായി ശക്തമായ പിന്തുണ ലഭിച്ചതോടെ ഇന്ത്യയുടെ സൈനിക ബലം ഇരട്ടിച്ചു. അതുകൊണ്ട് തന്നെ ഓരോ ഇന്ത്യക്കാരനെയും തൊടാൻ മറ്റ് രാജ്യങ്ങളിൽപ്പെട്ടവർ ഒന്ന് ഭയക്കും.